ഇന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗമാണ് ഇവിടെ നടന്നത്. ആ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ABVP ഇറങ്ങി പോന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ തുടർച്ചയായ ABVPയുടെ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയത്. പക്ഷേ ആ യോഗത്തിൽ പൂർണ്ണമായും PM ശ്രീ പദ്ധതി അതിൽ കേരളം പങ്കുചേരില്ല, അതേപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന തരത്തിലാണ് മിനിസ്റ്റർ നിലപാട് വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ ഇന്ന് കേരളത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹത്തിന് PM ശ്രീ പദ്ധതിയുടെ ആവശ്യകതകൾ നമുക്കറിയാം. സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഉയർച്ച, അതിനെപ്പറ്റി അവർ ബോധവാന്മാരാണ്. ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന PM ശ്രീ കേരളത്തിൽ നടപ്പിലാകണമെന്ന് തന്നെയാണ്. കേരളത്തിന് PM ശ്രീ പദ്ധതി വേണം. എന്തു തന്നെ നിലപാടെടുത്താലും PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കുന്നതുവരെ സമരപരിപാടികളുമായിട്ട് ABVP നിരത്തിലുണ്ടാവും. ശക്തമായ സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഇന്ന് മിനിസ്റ്റർക്ക് പകരം സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് എന്ന് വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടതാണ്. അന്ന് ഏപ്രിൽ 18-ാം തീയതി ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഇതേ വിദ്യാഭ്യാസ മന്ത്രിയെ വന്ന് കണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് 2 മാസം മുമ്പാണ്. അന്ന് നമ്മുടെ ഘടകകക്ഷിയായ CPI അവരാണ് എതിർക്കുന്നത്. എനിക്കും താല്പര്യമുണ്ട്, ഫണ്ടുകൾ കെട്ടിക്കിടക്കുകയാണ് എന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത്. പൂർണ്ണമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടില്ല, PM ശ്രീ പദ്ധതിയിൽ ചേരില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സമയത്താണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് അതിന്റെ ഫണ്ടുകൾ വാങ്ങുന്ന സർക്കാരാണ് നമ്മുടെ കേരള സർക്കാർ. പിന്നെ എന്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നില്ല? വിദ്യാർത്ഥികളുടെ അവകാശം നഷ്ടപ്പെടുത്തിയാണ്. 1500 കോടിയാണ് കേരളം നഷ്ടപ്പെടുത്തുന്നത്. ABVPയെ സംബന്ധിച്ച് യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ല, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളാണ്. ABVP മന്ത്രിയോട് ഒരു കാര്യം വ്യക്തമാക്കി, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാൻ മുൻപന്തിയിൽ ABVP ഉണ്ടാവും എന്ന് ABVP വ്യക്തമാക്കിയിരിക്കുകയാണ്. അതും PM ശ്രീയും അതേപോലെ തന്നെ SSKയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ശരി, വിദ്യാർത്ഥികളുടെ ക്ഷേമമാണ് SSK ഫണ്ട് അനുവദിക്കണം എന്ന് പറയുന്നതുകൊണ്ട് കേരള സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം. അത് വിദ്യാർത്ഥികൾ അങ്ങേയറ്റത്തെ ക്ഷേമത്തിന് പ്രയോജനം ചെയ്യുന്ന പദ്ധതി തന്നെയാണ്. രണ്ട് പദ്ധതി തന്നെയാണ്. SSK രണ്ടായിട്ട് തിരിയും. ഒന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷനും NEPയും. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫണ്ട് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് സമരപരിപാടികളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ബില്ലുകൾ പാസ്സാക്കി കൊടുക്കാത്തതിനാലാകണം അത് തടഞ്ഞു കിടക്കുന്നത്. രണ്ടാമത്തെ ഡിവിഷൻ NEP ആണ്. NEP അംഗീകരിക്കാതെ SSKയുമായിട്ട് ബന്ധപ്പെട്ട NEPയുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ലഭിക്കുക? ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുകയാണ്, വിദ്യാർത്ഥികളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ മുൻഗണനയെങ്കിൽ എല്ലാ സമരത്തിനും മുൻപന്തിയിൽ ABVP ഉണ്ടാവും.